അവിടേക്കാണ് സയ്യിദുനാ നൂഹ്. എന്റെ ആദ്യമായി അള്ളാഹുവിന്റെ അന്തരീക്ഷം പൊട്ടിപ്പിളർന്നത്, അന്തരീക്ഷത്തിന്റെ മുകളിലുള്ള മേഘക്കൂട്ടങ്ങൾ വരെ പൊട്ടിപ്പിളർന്നത്, അത് ശിക്ഷയായി ഭവിച്ചത്. റബ്ബഹു നീ മഗ്ലൂബുൻ ഫന്തസിർ ഫഫതഹ്നാ അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ വഫജ്ജർനൽ അർള ഉയൂന ഫൽതഖൽ മാഉ അലാ അംരിൻ ഖദ് ഖുദിർ വഹമൽനാഹു അലാ ദാതി അൽവാഹിൻ വദുസ്ർ തജ്രി ബിഅയുനിനാ ജസാഅൻ ലിമൻ കാന കുഫിർ വലഖദ് തറക്നാഹാ ആയ ഫഹൽ മിൻ മുദ്ദകിർ. സൂറത്തുൽ ഖമറിൽ അല്ലാഹു പറയുന്നുണ്ട്. അല്ലാഹു സൂറത്തുൽ ഖമറിൽ പറയുന്നു, സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം 950 കൊല്ലം ശിർക്ക് ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ടും ഉപകാരങ്ങളിലുള്ള താല്പര്യവും ഉപദ്രവങ്ങളിലുള്ള ഭയവും കാരണവും മനുഷ്യർ ശിർക്കിന് അടിമപ്പെട്ടു പോയി. അള്ളാഹുവിനോട് അവസാനം നൂഹ് നബി പറഞ്ഞു, അന്നീ മഗ്ലൂബുൻ, ഞാൻ തോറ്റല്ലോ റബ്ബേ എന്ന് പറഞ്ഞു. ഫന്തസിർ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഫഫതഹ്നാ അബ്വാബസ് സമായി, ആകാശത്തിന്റെ വാതിലുകൾ ഞാൻ തുറന്നു വെച്ചത് എന്ന്. ബിമാഇൻ മുൻഹമിർ, അന്നാണ് കുത്തിവലിക്കുന്ന വെള്ളമൊഴുകിയത്, അന്നാണ് കുത്തിവലിക്കുന്ന വെള്ളം ഈ ഭൂമിയിലേക്ക് ഒഴുകിയത്. എന്നിട്ട് ഫൽതഖൽ മാഉ അലാ അംരിൻ ഖദ് ഖുദിർ, അതിനൊക്കെ കാരണം അവർക്ക് 5 ദേവീദേവന്മാരുണ്ടായിരുന്നു എന്നാണ്. ഒന്ന് വദ്ദാണ്. വദ് കുലദൈവമാണ്, ഗോത്രപിതാവാണ്. അതായത് ഒരു സൊസൈറ്റിക്ക് നേട്ടം കൊണ്ടുവന്ന ആള് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടപ്പുണ്ടല്ലോ അല്ലേ, കുലദൈവങ്ങളെ പ്രണമിക്കുക. അതായത് ഉപകാരങ്ങൾ അവരെ സൊസൈറ്റിയെ ഒന്ന് വളർത്തിയെടുത്തത് ആ കുലദൈവമാണ്, ആ ഗോത്രപിതാവാണ്. വദ്ദി എന്ന ഒരു ഗോത്രപിതാവ് അവർക്കുണ്ടായിരുന്നു അത്രേ. അത് കാരണമായി പിന്നീട് വന്ന ജനത അയാളെ അങ്ങനെ ആദരിച്ച് അവസാനം അയാളെ ആരാധിച്ചു. അതിന്റെ പേരിൽ ടോംബുകൾ ഉണ്ടാക്കി, ചില പ്രത്യേകമായ അദ്ദേഹത്തിന്റെ ശവകുടീരത്തെ ആരാധിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രതിമകൾ ഉണ്ടാക്കി. ഈ പ്രതിമകൾ വദ് ദേവൻ, ദേവനായിരുന്നു വദ് ദേവൻ. ആ ദേവനെ ആദരിച്ചതാണ് ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഷിർക്ക് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. രണ്ടാമത്തെ സുവാ ആണ്. സൗന്ദര്യത്തെ മനുഷ്യൻ ആരാധിച്ചിട്ടുണ്ട്, ഇപ്പോഴും ആരാധിക്കുന്നുണ്ടല്ലോ. ഖുശ്ബുവിന്റെ ആരാധകർ എന്നാ പറയാ അല്ലേ, അങ്ങനെയല്ലേ പറയാ. പ്രയോഗം തന്നെ അങ്ങനെയാണ്. നല്ലോണം ചിന്തിച്ചോളൂ, ഈ പറഞ്ഞതൊക്കെ എന്താണ്. നിങ്ങൾ വിചാരിക്കണ്ട ഷിർക്ക് പറഞ്ഞാൽ മണ്ഡപത്തിലെറിയുന്ന പൂമാല മാത്രമാണ്. ആ പ്രയോഗം തന്നെ എത്ര വലിയ നാശമാണ്. ഖുശ്ബുവിന്റെ ആരാധകർ അല്ലേ, കഴിഞ്ഞ ആഴ്ച വലിയൊരു വിഷയം ഉണ്ടായല്ലോ, ഞാൻ വിശദീകരിക്കണില്ല. ഇൻഷാ അല്ലാഹ് പറയേണ്ട ഒരു വേദി നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ അവിടെ പറയും. സാനിയ മീർസയുടെ അങ്ങനെയാണല്ലോ പറയാ. എന്ത് സാനിയ മീർസയുടെ ആരാധകർ എന്നാ പറയാ. സാനിയ എന്നുള്ള വാക്ക് സാനിയ എന്ന വാക്കിൽ നിന്ന് നിഷ്പന്നമായിരിക്കും ആ വാക്ക്. ഒരിക്കൽ ഞാനൊരു വേദിയിൽ പറഞ്ഞപ്പോ ഒരാരാധകന് അത് അത്ര പിടിച്ചില്ല. അയാൾ പറഞ്ഞു, സാനിയ എന്നും ആയിക്കൂടെ ഉസ്താദ്, എന്നാലും എന്റെ ആരാധനാ പാത്രത്തെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന ഒരു താല്പര്യം ആയിക്കോട്ടെ. ആ പെൺകുട്ടിയുടെ നിക്കറിന്റെ കാര്യത്തിൽ പോലും അത്രയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. ആ പെൺകുട്ടി ഈ ഭൂമിയുടെ നിലനിൽപ്പിന് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനത്തെ കണക്കിലെടുക്കുകയാണ് വേണ്ടത് എന്നാണ് ഇക്കഴിഞ്ഞ ആഴ്ച ഒരു മുസ്ലിം നാമധാരിയായ അഡ്വക്കേറ്റ് ജനറൽ പത്രത്തിൽ എഴുതിയത്. ഞാൻ വിശദീകരിക്കുന്നില്ല, പലരും ആ കൂട്ടത്തിലുണ്ട്, അതൊന്നും ഞാൻ ഇപ്പൊ വിശദീകരിക്കുന്നില്ല. കലാസാഹിത്യങ്ങൾ നാശത്തിനു വേണ്ടിയോ എന്ന ഒരു ചർച്ച ഈ വേദിയിലുണ്ട്, അവിടെ വെച്ച് നമ്മൾ പറയും. നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ദേവിയെ സൗന്ദര്യത്തിന്റെ നിറകുടമായിരുന്നു. സൗന്ദര്യത്തെ മനുഷ്യർ ആരാധിച്ചിട്ടുണ്ട് ലോക ചരിത്രത്തിൽ പലപ്പോഴും. ക്ലിയോപാട്രയ്ക്ക് വേണ്ടിയാണ് ജൂലിയസ് സീസർ ജീവിച്ചത്. ജൂലിയസ് സീസർ എന്ന ഷേക്സ്പിയൻ നാടകത്തിന്റെ ഇതിവൃത്തം തന്നെ അതാണ്. ക്ലിയോപാട്ര എന്ന പേരിലുള്ള ഒരു തവിട്ടു നിറക്കാരി ഒരു കൈറോയിലെ പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ പിന്നാലെയാണ് സീസറിയൻ സംസ്കാരം വളർന്നു വരുന്നത് എന്ന് ഷേക്സ്പിയർ തന്റെ നാടകത്തിൽ പറയുന്നുണ്ട്. അതിന്റെ പിന്നാലെയായിരുന്നു സീസറിന് ആരാധനാമൂർത്തിയായിരുന്നു ക്ലിയോപാട്ര. ഈ ക്ലിയോപാട്രക്ക് വേണ്ടിയാണ് പിന്നീട് ബ്രൂട്ടസ് സത്യത്തിൽ സീസറെ കൊലപ്പെടുത്തുന്നത്. സീസറെ കൊലപ്പെടുത്തുകയാണ് ബ്രൂട്ടസ്.
സീസറെ കൊലപ്പെടുത്തിയ വേദിയിലിരുന്ന് ചടുലമായി പ്രസംഗിച്ച് ക്ലിയോപാട്രയെ സ്വന്തമാക്കുന്ന ബ്രൂട്ടസിന്റെ മുന്നിലേക്ക് മാർക്ക് ആന്റണി എന്ന ലോകപ്രശസ്തനായ പ്രസംഗകൻ കടന്നു വന്നിട്ട് അതിനേക്കാൾ മനോഹരമായ പ്രസംഗം ചെയ്ത് വീണ്ടും ക്ലിയോപാട്രയെ സ്വന്തമാക്കി എന്നതാണ് സീസർ നാടകത്തിന്റെ ഇതിവൃത്തം. നിങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കും. അപ്പൊ ലോകത്ത് ചരിത്രത്തിൽ പെണ്ണുങ്ങളൊക്കെ ആരാധിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടല്ലോ. പ്രഭ ചൊരിയുന്ന ചില ദേവിമാരുടെയൊക്കെ ചിത്രം പലപ്പോഴും ഒക്കെ ചില ഫോട്ടോകളിലൊക്കെ കാണാറുണ്ട്. നോക്കൂ നിങ്ങൾ, ഞാൻ വിശദീകരിക്കുന്നില്ല. സൗന്ദര്യത്തെ ആരാധിക്കുക, അതൊക്കെ മനുഷ്യൻ ചെയ്തിട്ടുണ്ട്. സൗന്ദര്യത്തെ ആരാധിച്ച് സൗന്ദര്യമില്ലാത്തവരെയും ആരാധിക്കാൻ തുടങ്ങിയപ്പോഴാണ് വലിയ ബേജാറ് തോന്നുന്നത്. സൗന്ദര്യമുള്ളവരെ ആരാധിക്കുന്നതിന് സാങ്കത്യം തോന്നാം, കറുത്തവരെ വരെ മനുഷ്യൻ ആരാധിക്കുന്നത് കാണുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത്. ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയല്ല, മനുഷ്യൻ ചിന്തിക്കണം. ദേവിയെ ആരാധിച്ചു. പിന്നെ അവർ ആരാധിച്ചത് യഗൂസിനെയായിരുന്നു. യഗൂസ് സിംഹമായിരുന്നു, സിംഹ പ്രതിഷ്ഠയാണത്. കാരണം വനവാസ ജീവിതമാണ്. വനവാസ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി അവരെ ആക്രമിക്കുന്ന ജന്തുവിന്റെ പ്രതീകമായിട്ടാണ് എല്ലാ ജന്തുക്കളും. അങ്ങനെയാണല്ലോ പറയാ, കാട്ടിലെ അല്ലേ, അങ്ങനെ കാട്ടിലെ കിങ്ങല്ലേ, കാട്ടിലെ രാജാവാണല്ലോ ആര്? അങ്ങനെയാണല്ലോ ബാലരമകളിലൊക്കെ ഉള്ളത്. കാട്ടിലെ രാജാവല്ലേ സിംഹം. അപ്പൊ ഈ കാട്ടിലെ രാജാവിനെ പ്രീതിപ്പെടുത്തിയാൽ എല്ലാവരെയും പ്രീതിപ്പെടുത്താമല്ലോ എന്ന നിലക്കാണ് അവര് യഗൂസിനെ ആരാധിച്ചത്. യഗൂസ് സിംഹപ്രതിഷ്ഠയായിരുന്നു, യഊഖ് കുതിര പ്രതിഷ്ഠയായിരുന്നു. യഊഖ് കുതിരയാകട്ടെ നേട്ടങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അവരൊക്കെ ആക്രമവാസനയുള്ളവരായിരുന്നു. യുദ്ധം ചെയ്യണമെങ്കിൽ കുതിര വേണം. അപ്പൊ അവരെ ലാഭത്തെ കൊണ്ടുവരികയാണ്. അവരെ ലാഭത്തെ വദ് ലാഭം കൊണ്ടുവന്നു, സുവായ് ലാഭത്തെ കൊണ്ടുവന്നു. യഗൂസാകട്ടെ അവർക്കുള്ള ഭീതിയുടെ പാത്രമായിരുന്നു. അതുകൊണ്ട് ഭീതിയുടെ പാത്രമായിരുന്നു. പിന്നെയോ യഊഖ് കുതിരയായിരുന്നു, അവരുടെ ഉദ്ധാനതയുടെ പ്രതീകമായിരുന്നു. നസിർ ഗരുഡനായിരുന്നു. 5 ഗരുഡൻ എപ്പോഴും വളർച്ചയുടെ പ്രതീകമാണ്, അഹങ്കാരത്തിന്റെ പ്രതീകമാണ്, മേൽക്കോയ്മയുടെ പ്രതീകമാണ്. ഈ ഭൗതികമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളെ പ്രതീകവൽക്കരിച്ച് പ്രതിഷ്ഠ നടത്തിയാണ് അവരൊക്കെ ആരാധിച്ചിരുന്നവര്. ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് ഈ ഉപദ്രവങ്ങളുടെ ദേവീദേവന്മാരെ ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ അവിടെ അവരോ അദ്ദേഹത്തോട് ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് നോട് പറയുന്ന ജനങ്ങളോട് പറയുന്ന ഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാ വലാ യഗൂസ വയഊഖ വനസ്റാ. ഒരു കാരണവശാലും ഈ ദേവീദേവന്മാരെ കൈവിടരുത്, എന്ത് വന്നാലും വേണ്ടില്ല. അതിൽ പിൽക്കാലഘട്ടത്തിൽ മനുഷ്യർക്കുണ്ടായിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, ആര്യാവർത്തം സത്യത്തിൽ മധ്യേഷ്യയിൽ നിന്ന് കടന്നു വന്ന ആര്യാവർത്തം, ഇന്ത്യൻ സംസ്കൃതിയുടെ അടിസ്ഥാനമായ ആര്യാവർത്തം സത്യത്തിൽ ക്ഷീരകർഷകരാണ്. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഗോക്കൾ ദൈവമായി വന്നത്. ഉപകാരത്തിന്റെ ഭാഗമാണത്. ഗോക്കളെ മനുഷ്യൻ ദൈവമാക്കി. മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ആര്യന്മാർ കൊണ്ടുവന്നത് ഗോക്കളെയായിരുന്നു. അല്ലെങ്കിലും പുത്തൻ ശാദ്വല തീരങ്ങൾ തേടി തങ്ങളുടെ ഗോക്കൾക്ക്, തങ്ങളുടെ പശുക്കൾക്ക് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയാണ് ആര്യന്മാർ യാത്ര ചെയ്തത്. ആ ആര്യന്മാരുടെ പ്രധാനമായ വരുമാന മാർഗമായിരുന്നു ഈ പശു. അതുകൊണ്ട് തന്നെയാണ് അൽ ബഖറ ഈ പശു ഉണ്ടായത്. പശുവിനെ മനുഷ്യൻ ആരാധിച്ചു, പശുവിന്റെ പിന്നാലെ മനുഷ്യൻ കൂടി. നിങ്ങൾ ചിന്തിക്കണം, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖുൽ ലാ അജിദു ഫീമാ ഊഹിയ ഇലയ്യ മുഹറമൻ അലാ ത്വാഇമിൻ യത്അമുഹു ഇല്ലാ അൻ യകൂന മൈത ഔ ദമൻ മസ്ഫൂഹാ ഔ ലഹ്മ ഖിൻസീർ ഫഇന്നഹു റിജ്സുൻ ഔ ഫിസ്ഖൻ ഉഹില്ല ലിഗൈരില്ലാഹ് فمن اضطر غير باغ ولا عاد فإن ربك غفور رحيم. അല്ലാഹു പറയുന്നു, ഖുൽ നബിയെ തങ്ങൾ വിളിച്ചു പറയുക, ലാ അജിദു ഫീമാ ഊഹിയ ഇലയ്യ, ഞാൻ എനിക്ക് വഹി അറിയിച്ച ഒരു സന്ദേശത്തിലും കാണുന്നില്ല, അലാ ത്വാഇമി യതഅമുഹു, ഏതെങ്കിലും ഒരു ഭക്ഷണം ഹറാമാക്കേണ്ടതായി എനിക്ക് തോന്നുന്നില്ല. എല്ലാ ഭക്ഷണവും അല്ലാഹു ഇറക്കി തന്നതാണ്. വൽ ഖൈല വൽ ബിഗാല والحمير لتركبوها وزينة.
അള്ളാഹു മനുഷ്യർക്ക് ഉപകാരത്തിന് വേണ്ടിയാണ് ഈ വസ്തുക്കൾ മുഴുവനും ഇറക്കി തന്നിട്ടുള്ളത്. പശു നല്ല ഒരു ഭക്ഷണമാണല്ലോ. ഇത് ഭക്ഷണമാണെന്ന് ലാ അജിദു ഞാൻ കാണുന്നില്ല ഫീമാ ഊഹിയ